വചനചിന്തയ്ക്ക് ആധാരമായിട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിനാധാരമായി 1 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ ചില ചിന്തകളാണ് നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. അതിൻ്റെ 13-ാമത്തെ വാക്യം, 1 രാജാക്കന്മാർ 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഒരു ചോദ്യം കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. 1 രാജാക്കന്മാർ 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. പിന്നെ അധോനിയാവ് വാഴുന്നത് എന്ത് എന്ന് അവനോട് ചോദിക്ക എന്ന് പറഞ്ഞു. അധോനിയാവ് വാഴുന്നത് എന്ത്? അതൊരു ചോദ്യമാണ്. അധോനിയാവ് വാഴുന്നത് എന്ത്? അപ്പം പ്രതീക്ഷിച്ച ഒരു കാര്യത്തിന് ഘടകവിരുദ്ധമായി ചില കാര്യങ്ങൾ സംഭവിച്ചു എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അവിടെ അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്? ഈ അധ്യായം മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ദാവീദ് രാജാവ് തൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിലേക്ക് എത്തി. സ്വാഭാവികമായിട്ടും തൻ്റെ മകനായ ശലോമോൻ രാജാവാകണമെന്ന് എല്ലാവരും ആഗ്രഹിച്ച ഒരു സാഹചര്യം. പക്ഷെങ്കിൽ ഇവിടെ ശലോമോന് പകരം അധോനിയാവ് സ്വയം പ്രഖ്യാപിത രാജാവായിട്ട് മാറുകയാണ്. അപ്പൊ അങ്ങനെ ശലോമോൻ രാജാവാകുന്നു നോക്കി കാത്തിരുന്ന ഒരു കൂട്ടം ആളുകൾ, അല്ലെങ്കിൽ ഒരു കുടുംബക്കാര്, അല്ലെങ്കിൽ ദാവീദോ മറ്റ് ആരെങ്കിലും ഒക്കെ, അവരൊക്കെ എങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നേരെ വിപരീതമായിട്ട് അധോനിയാവ് രാജാവായിട്ട് അവിടെ സ്വയം അവരോധിക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ആ ഒരു സാഹചര്യം മാറ്റപ്പെട്ടപ്പോൾ എല്ലാവർക്കും ആകപ്പാടെ വല്ലാത്തൊരു വിഷമവും ബുദ്ധിമുട്ടുമൊക്കെ ആയിട്ട് മാറുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ പദ്ധതി എന്തായിരുന്നു? ദാവീദിന്റെ മകനായ ശലോമോന്റെ മകനിൽ കൂടെ, അല്ലെങ്കിൽ ആ ഒരു റൂട്ടിലൂടെ മശിഹ ജനിക്കണം, അല്ലെങ്കിൽ ക്രിസ്തു ജനിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലെ, ദാവീദ് ബത്ശേബയോട് സത്യം ചെയ്തിരുന്നതും അത് തന്നെയായിരുന്നു. പിന്നെ എൻ്റെ ചോദ്യം, പിന്നെ എന്തുകൊണ്ട് ഇതെല്ലാം തകിടം മറിച്ചുകൊണ്ട് അധോനിയാവ് അവിടെ രാജാവായിട്ട് വാഴുവാനിടയായി തീർന്നു എന്നതാണ് ഇന്ന് പകൽ നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അപ്പൊ നോക്കിക്കേ, ഇങ്ങനെ ഒരു സാഹചര്യം കിടക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതിയും അപ്പോൾ തന്നെ മാനുഷികമായിട്ടുള്ള എല്ലാ ആലോചനയും ഇഷ്ടവും അവിടെ കിടക്കുമ്പോൾ തന്നെ അധോനിയാവ് രാജാവായി മാറുകയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കാനിടയായി തീർന്നു? ഈ സംശയം ആർക്കും ഉണ്ടാകാം, അല്ലേ? ഇപ്പൊ നമ്മുടെ എല്ലാം സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലെല്ലാം പലപ്പോഴും നീതിയോടെ ജീവിച്ചിട്ടും നമുക്ക് ഒരു ന്യായം കിട്ടാത്ത സാഹചര്യങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ദുഷ്ടൻ പ്രബലപ്പെടുകയാണ്, ദുഷ്ടന്മാർ വർദ്ധിച്ചു വരികയാണ്, അന്യായങ്ങൾ പെരുകുകയാണ്, മ്ലേച്ഛതകൾ വർദ്ധിച്ചു വരികയാണ്. സ്തോത്രം. നീതിമാന്മാർ പലപ്പോഴും പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതുപോലെ തന്നെ ഈ ഒരു ചിന്ത, അധോനിയാവ് വാഴുന്ന ബലവാന്മാർ അല്ലെങ്കിൽ ശത്രു നമ്മുടെ മേൽ വാഴുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിലും ചുറ്റുപാടിലുമൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇന്ന് പകൽ എനിക്ക് നിങ്ങളെ പ്രബോധിപ്പിക്കാനുള്ളത്, എന്നെ കേൾക്കുന്ന അഭിഷിക്തന്മാരെ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, അധോനിയാവിന്റെ വാഴ്ച എന്ന് പറഞ്ഞ ശാശ്വതമല്ല. അത് തൽക്കാലത്തേക്ക്, അല്പകാലത്തേക്ക് മാത്രം അധോനിയാവ് വാണു എന്ന് വന്നേക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ ആത്മാവിൽ പറയാം, അന്തിമജയം ദൈവത്തിന്റെ മക്കൾക്കുള്ളതാണ്. അന്തിമജയം ദൈവജനത്തിനുള്ളതാണ്. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്കാണ് അന്തിമജയമെന്ന് ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ പറഞ്ഞാൽ എത്ര പേർ ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യുവാനിടയായി തീരും. എല്ലാ നാളും അധോനിയാവിനെ വാഴാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ കരങ്ങളിലേക്ക്, ദൈവം തന്റെ പദ്ധതിയിലേക്ക് ദൈവം കാര്യങ്ങളെ തിരിക്കുമെന്ന് ഇന്ന് പ്രഭാതത്തിൽ ദൂത് പറഞ്ഞാൽ ഏറ്റെടുപ്പാൻ നിയോഗമുള്ളവരുണ്ടെങ്കിൽ ഇന്ന് പകൽ ഏറ്റെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തോ. ഇന്ന് പകൽ ഈ വചന ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ദൈവഹിതത്തിന് വിരോധമായി പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച് പല മേഖലകളിലും നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ വണ്ണം എതിരായി തീർന്ന് പല ശത്രുവിന്റെ ആധിപത്യവും ശത്രുവിന്റെ വാഴ്ച നിമിത്തം നിങ്ങളുടെ കാര്യപരിപാടികൾക്ക് തടസ്സം നേരിട്ട മണ്ഡലത്തിൽ കൂടെയാണ് ഇന്ന് പകൽ കടന്നു പോകുന്നെങ്കിൽ ആത്മാവിനെ നിങ്ങളെ ഓർപ്പിക്കുകയാണ്, അധോനിയാവിനെ വാഴാൻ, പൈശാചിക ശക്തിയെ വാഴാൻ എല്ലാ നാളും ദൈവം അനുവദിക്കത്തില്ല. ആ ദുഷ്ടശക്തിയെ നീക്കിയിട്ട് ദൈവം നിങ്ങൾക്ക് ജയം നൽകുന്ന സമയം നിന്റെ മുമ്പാകെ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് പ്രഭാതത്തിൽ ദൂത് കൈമാറുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. പിന്നെ ഒരു ചോദ്യം, എന്തുകൊണ്ട് അധോനിയാവ് വാഴുന്നു? അതിന്റെ ഉത്തരവ് നമുക്ക് ഇതിനകത്തുണ്ട്. ഞാൻ വേഗത്തിൽ 4 ചിന്തകൾ പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നിങ്ങൾ നോക്കിക്കുക, അതിന്റെ 11, 12, 13 വാക്യങ്ങളിലേക്ക് നിങ്ങൾ വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഞാൻ സമയക്കുറവ് കൊണ്ട് വായിക്കുന്നില്ല, നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. അപ്പം അധോനിയാവ് രാജാവായിരിക്കുന്നു എന്ന് കേട്ടപ്പോ, ഹഗീത്തിന്റെ മകനാണ് അധോനിയാവ്. അപ്പൊ ഈ കാര്യം ദാവീദ് പോലും അറിഞ്ഞിട്ടില്ല. അവിടെ മൊത്തം പാട്ടായി. അപ്പൊ ആ സമയത്ത് അവന്റെ ജീവനെയും
ശലോമോന്റെ ജീവനെയും ഒക്കെ രക്ഷിക്കേണ്ടതിന് ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരാം. അല്ലെ, ദാവീദ് രാജാവിന്റെ അടുക്കൽ ചെന്ന യജമാനെ, രാജാവേ, നിന്റെ മകനായ ശലോമോൻ എന്റെ അനന്തരവനായി വാണു എന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് നീ അടിയനോട് സത്യം ചെയ്തില്ലേ, പിന്നെ അധോനിയാവ് വാഴുന്നത് എന്ത് എന്നവനോട് ചോദിക്ക എന്ന് പറയുക. അല്ലെ, നാഥാൻ വന്നിട്ട് ശലോമോന്റെ അമ്മയായ ബത്ശേബയോട് പറയുക. അല്ലെ, അമ്മേൻ അടുത്ത വാക്യത്തിൽ നമ്മൾ അങ്ങനെയാ കാണുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? സ്തോത്രം. ബത്ശേബ രാജസന്നിധിയിൽ വന്ന് രാജാവ് ചെയ്ത സത്യം എന്ത് ചെയ്തു? രാജാവിനെ ഓർപ്പിച്ചുണർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ആത്മീയ അർത്ഥം എന്താണ്? ഇങ്ങനെയുള്ള അനീതി നടക്കുമ്പോൾ നമുക്ക് അർഹതപ്പെട്ട അവകാശപ്പെട്ട പലതും നമ്മുടെ ജീവിതത്തിൽ നിറവേറപ്പെടാതെ ശത്രുവായി പിശാചും മറച്ചു വെക്കുമ്പോൾ ഇന്ന് പകൽ ആത്മാവിൽ ഒരു ദൂത് ഞാൻ പറയാം. നാം ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തെ, വാഗ്ദത്തത്തെ ഓർപ്പിച്ചൊന്ന് ഉണർത്താൻ തയ്യാറാകണം. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ചില അധോനിയാവ് നമ്മുടെ മേൽ വാണ് ദുഷ്ടന്റെ ശക്തികൾ നമുക്ക് എതിരായി നിൽക്കുമ്പോൾ നമ്മുടെ മേലുള്ള വാഗ്ദത്തങ്ങളെ വെളിയിൽ വരാതെ വണ്ണം, വാഗ്ദത്തങ്ങളെ ജീവിപ്പിക്കാതെ വണ്ണം അതിനെ തടസ്സം അമ്മ സൃഷ്ടിച്ചുകൊണ്ട് ഒതുക്കി വെച്ചിരിക്കുന്ന പൈശാചിക ആധിപത്യങ്ങൾക്ക് മേൽ ജയം പ്രാപിക്കണമെങ്കിൽ ഒന്നാമത്തെ വഴി ഇതാണ്. ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി നാം പറയേണ്ടവനോട് കാര്യം പറഞ്ഞാൽ ആമേൻ, അവൻ നമുക്ക് വേണ്ടി ഉണരുവാനിടയായി തീരും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഈ ദൂതൻ അവകാശികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റെടുത്ത് സ്തോത്രം ചെയ്തു. ചില വാഗ്ദത്തങ്ങൾ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ മടക്കി വരുത്താൻ പോകുകയാണ്. വാഗ്ദത്തം നിറവേറേണ്ട സമയം കഴിഞ്ഞിട്ടും, ചില കാര്യങ്ങൾ ആമേൻ നിങ്ങളുടെ മേൽ ദൈവം വെളിപ്പെടുത്തേണ്ട സമയം കഴിഞ്ഞിട്ടും അത് നിറവേറപ്പെടാതെ വണ്ണം ഇന്ന് പകലിലും മൂടപ്പെട്ടിരിക്കുന്ന മണ്ഡലത്തിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ചില അധോനിയാവിന്റെ ശക്തികൾ നിങ്ങളുടെ മേൽ പ്രബലപ്പെട്ട് നിങ്ങൾക്ക് മുന്നേറാൻ കഴിയാതെ വണ്ണം ജീവിതത്തിൽ തടസ്സങ്ങൾ, ഇപ്പോഴും തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആമി മുൻപോട്ട് പോകാൻ കഴിയാതെ പല വഴികളും അടയപ്പെട്ട മണ്ഡലത്തിലാണെന്ന് പകലായിരിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, ആമീൻ, ദൈവസന്നദ്ധയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക, ദൈവത്തെ ഉണർത്തുക. നിങ്ങളുടെ മേൽ വാഗ്ദത്തങ്ങൾ ദൈവം വീണ്ടും മടക്കി വരുത്തുവാൻ അവിടുന്ന് വിശ്വസ്തനായി നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. കർത്താവിനെ എന്തോ ചെയ്യണം? ഉണർത്തുവാൻ ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞിട്ട് അക്കരയ്ക്ക് പോയത്, കർത്താവും കൂടെയുണ്ട്. ശിഷ്യന്മാരെല്ലാം കൂടെ ആകപ്പാടെ പേടിച്ച് പരവശരായി, നമ്മെ ഭയപ്പെട്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെങ്കിൽ അവരെ കർത്താവ് ഉണ്ടെന്നുള്ള കാര്യം മറന്നുപോയിട്ട് കരയാനും നിലവിളിക്കാനും ഒക്കെ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ആകപ്പാടെ പരിഭ്രാന്തരായി. പക്ഷേ ഒരു കാര്യം ഇങ്ങനെ ചിന്തിച്ചാൽ മതിയായിരുന്നു, കർത്താവ് കൂടെയുണ്ട്. കർത്താവ് പറഞ്ഞിട്ടല്ലേ യാത്ര ചെയ്തത്, കർത്താവ് പറഞ്ഞിട്ടല്ലേ ഇറങ്ങിത്തിരിച്ചത്. എന്തോ ചെയ്യണമായിരുന്നു? കർത്താവ് ഉറങ്ങുകയാണെങ്കിലും കർത്താവിനെ ഉണർത്തിയാൽ മതിയായിരുന്നു. പക്ഷെങ്കിൽ ഹല്ലേലൂയ, ഏറ്റവും ഒടുവിൽ അവർ ചെയ്തത്, ആമേൻ, ആദ്യമൊക്കെ എന്തോ ചെയ്തു? പരിഭ്രാന്തരായി, നിലവിളിക്കാനും ആകപ്പാടെ അങ്കലാപ്പിലായി. ഇന്ന് പകൽ ആത്മാവിലൊരു ദൂത് പറയാം. ജീവിതത്തിൽ കടന്നു വരുന്ന തിരമാലകൾക്ക്, ഉയർന്ന കാറ്റുകൾക്ക്, പ്രതിസന്ധികൾക്ക് നടുവിൽ പതറിപ്പോകരുത്. അതിന് നടുവിലും കർത്താവ് നിന്നെ കൈവിടുന്നവനല്ല. കർത്താവിനെ ഉണർത്തിയാൽ മതി. ശിഷ്യന്മാര് നിലവിളിക്കാൻ തുടങ്ങി, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ഇന്ന് പകലും കഷ്ടത്തിലായിരിക്കുന്ന ചിലരെ നോക്കി ആത്മാവ് പ്രവചിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ പുറത്തു വരാൻ, നിങ്ങളെ പുറത്തെടുക്കാൻ ദൈവത്തിന് പദ്ധതി. ഇന്ന് പകൽ നിലവിളിപ്പാൻ തയ്യാറുണ്ടോ? ദൈവസന്നിധിയിൽ ഇരിക്കാൻ തയ്യാറുണ്ടോ? നിശ്ചയമായും ദൈവം നിങ്ങളെ മടക്കി വരുത്തുന്ന സമയങ്ങൾ മുൻപിലുണ്ടെന്ന് ആത്മാവ് ദൂത് പറയുക. ആമേൻ. ശക്തിയോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അധോനിയാവ് വാഴുമ്പോൾ പൈശാചിക ആധിപത്യങ്ങൾ നിങ്ങൾക്കെതിരെ, വാഗ്ദത്തങ്ങൾക്കെതിരെ, തലമുറകൾക്കെതിരെ വെല്ലുവിളി ഉയർത്തി നിങ്ങളെ പരാജയപ്പെടുത്തി ആമേൻ എന്നും വാഴാമെന്ന് ചിന്തിച്ച് വ്യാമോഹിച്ചിരിക്കുമ്പോൾ ആമേൻ ദൈവകരം പ്രാപിച്ച ദൈവവേദനെ ഇന്ന് പകൽ ശക്തിയോടെ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ കരങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽ ആത്മാവിൽ പ്രാർത്ഥിക്കുക. നിങ്ങളെ ഉണർത്താൻ നാഥന്റെ കരം ഇന്ന് പകൽ ചലിക്കുന്ന സമയമാണെന്ന് ആത്മാവ് ഞാൻ ദൂത് പറയുക. യേശുവിന്റെ നാമത്തിൽ ഈ ദൂത് ഏറ്റെടുക്കാൻ നിയോഗമുണ്ടെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ ഇന്ന് പകൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. ചില വിഷയങ്ങൾക്ക് നീക്കുപോക്കുകൾ കൽപ്പിക്കാൻ എന്റെ ദൈവം ഇന്ന് പകൽ വിശ്വസ്തനായി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം. അപ്പൊ എന്തിനാണ് അധോനിയാവുമാർ വാഴുന്നത്? നമ്മളെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാ. ഞാൻ അങ്ങനെ പറയാം. നമ്മൾ അലസതയോടെ ജീവിച്ച് മുൻപോട്ട് പോകുമ്പോഴൊക്കെ ചില പ്രതിസന്ധികൾ ദൈവത്താൽ തന്നെ ഒരുങ്ങി വരും. ദൈവത്താൽ ഒരുക്കി വരും. എന്തിനാ? നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടക്കി വരുത്താൻ, പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ നിന്നെ ഒന്ന് കയറ്റാൻ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പ്രതിസന്ധി ഒന്നുമില്ല, നീ പ്രാർത്ഥിക്കത്തില്ലെന്ന് കർത്താവിനറിയാം. എന്നാൽ ചില പ്രതിസന്ധികളെ കർത്താവ് ഒരുക്കുമ്പോൾ ശത്രുവിനെ ദൈവം ചിലപ്പോഴൊക്കെ അനുവദിച്ചെന്ന് വരാം. എന്തിനെന്നറിയാമോ? അധികം നീ പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടിയിട്ടാ, അതിനുമേൽ ജയം പ്രാപിക്കേണ്ടതിന് വേണ്ടിയിട്ടാ, അതിനുമേൽ ഇന്ന് പകൽ ഒരു വലിയ ഒരു മഹത്വം പ്രാപിക്കേണ്ടതിന് വേണ്ടിയിട്ടാ. എത്ര പേര് പകൽ വിശ്വസിക്കുന്നു? അത് ചില പ്രശ്നങ്ങൾ വരുന്നതിന് മുൻപേ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കാൻ, നാഥാ ഞാൻ തയ്യാറാണെന്ന് പറയാൻ ഈ പകൽ എത്ര പേർക്ക് നിയോഗമുണ്ട്? അവരെ ഓർക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, നമ്മൾ പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടി ദൈവം ചില അധോനിയാവുമാരെ നമ്മുടെ നേരെ കൽപ്പിക്കും. ഹന്നായുടെ ജീവിതത്തിൽ ഒരു പ്രതിയോഗിയെ
നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? അതവളെ കരയിച്ചു, അതവളെ ഹൃദയത്തെ ആ ദൈവസന്നിധിയിൽ പകരാൻ മുഖാന്തരമായി, ആലയത്തിലേക്ക് ഓടാൻ മുഖാന്തരമായി. ഇന്ന് പകൽ ആത്മാവിൽ ഒരു ദൂതോടെ പറയാം, ചില പ്രതിയോഗി നിനക്കുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്നും നീ പരാജയപ്പെട്ടെന്നല്ല, നിനക്കൊരു ജയം തരുന്നൊരു ദൈവമുണ്ട്. നീ കരയ, പ്രാർത്ഥിക്ക്, ആലയത്തിൽ ചെന്ന് മുട്ടുമടക്ക്, ഹൃദയം പകര്. നിന്റെ ജീവിതത്തിൽ നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേര് ദൂത് ഏറ്റെടുക്കുന്നുണ്ട്? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില കുടുംബങ്ങൾക്ക് മേൽ ഈ വചനത്തിന്റെ വെളിപ്പാടുകൾ ഞാൻ കൈമാറുകയാ. അത് വലിയ വിടുതലായി തീരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ഇന്ന് പകൽ പ്രഖ്യാപിക്കുകയാ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ചിന്ത, എന്തിനാ അദോനിയാവ് വാഴുന്നേ? ദൈവജനത്തെ ഉണർത്താൻ വേണ്ടിയിട്ടാ. രാജാവ് പോലും അറിഞ്ഞില്ല, പക്ഷെ ആ ദേശത്തുള്ള ആളുകളെല്ലാം എന്ത് ചെയ്തു? അറിഞ്ഞു. വേണ്ട, ശലോമോൻ രാജാവ് ആകേണ്ടതാ, പക്ഷെങ്കിൽ അദോനിയാവ് കയറി കസേരയെ കയറി ഇരിക്കുക. അദോനിയാവ് വാഴാൻ വേണ്ടി സ്വയം രാജാവായി അവൻ പ്രഖ്യാപിച്ച് അവിടെ ഇരിക്കുക. ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ ആളുകൾക്ക് വല്ലാത്ത ഒരു അങ്കലാപ്പായി. ഞാൻ പറയട്ടെ, ഇത് ദൈവത്താൽ സംഭവിച്ചതാ. കാര്യം എന്താ? കൂടെയുള്ള ജനമെല്ലാം കൂടെ എന്ത് ചെയ്യണം? ഉണരണം. പ്രൈസ് ദി ലോർഡ്. ചില പ്രതിസന്ധികൾ നടക്കുമ്പോഴേ, ചില നിയമങ്ങൾ വിരോധമായി എഴുതുമ്പോ, ദൈവദാസന്മാർ പീഡിപ്പിക്കപ്പെടുമ്പോൾ, ദൈവസഭ ആക്രമിക്കപ്പെടുമ്പോൾ, ദൈവമക്കളെ നാം എന്താ ചെയ്യേണ്ടത്? നാം ഉണരാൻ തയ്യാറാകണം. ശക്തിയോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. അദോനിയാവിന്റെ ശക്തിയെ കെടുത്തുന്ന ദൈവശക്തിയുടെ വ്യാപാരം നമ്മുടെ ദേശത്ത് വ്യാപരിക്കും. അത് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് മുഖാമേൻ അത് നടക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? ഹല്ലേലൂയ. ചില അദോനിയാവിന്റെ ശക്തിയെ കെടുത്താൻ തക്കതായ ദൈവശക്തിയുടെ വ്യാപാരം നമ്മുടെ മേൽ ദൈവം പകർന്നിട്ടുണ്ട്. അഭിഷേകത്തിന് നിറവ് നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. ഇന്ന് പകൽ തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്റെ പ്രാർത്ഥന വെറുതാവല്ല, എന്റെ പ്രാർത്ഥനകൾ അത് നഷ്ടമല്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന രാജ്യങ്ങൾക്ക് വിടുതലുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വിടുതലുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്ന ദേശങ്ങൾക്ക് വിടുതലുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അത് കാണും. ചില അദോനിയാവിന്റെ ശക്തികളെ ദൈവാത്മാവ് തകർക്കുമെന്ന് ഈ പകൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ രാജാവ് പോലും അറിയാത്ത വിഷയമാണ്, പക്ഷെങ്കിൽ ജനം അറിഞ്ഞു. അറിഞ്ഞവരെന്തോ ചെയ്തു? ഉണർന്നു. അല്ലേ? നാഥാൻ വന്ന് ബത്ശേബയോട് പറഞ്ഞു, ബത്ശേബ രാജാവിനോട് പറഞ്ഞു. ആ നാട്ടിലൂടെ എല്ലാവരും തന്നെ എന്തോ ചെയ്തു? അറിയുവാനിടയായി. അവരെല്ലാം കൂടെ ഉണർന്നു. ഉണരേണ്ടവർ ഉണർന്നാൽ ശത്രുവിനെ പിടിച്ചു നിൽപ്പാൻ പറ്റില്ല. ഈ പകലത്തവർ ദൂതേറ്റെടുക്കുന്നുണ്ട്. നാം ഉറങ്ങിയും മയങ്ങിയും കഴിഞ്ഞാൽ ശത്രു ജയമെടുക്കും. എന്നാൽ റിവൈവൽ പ്രനെ നോക്കി ആത്മാവിൽ ദൂത് പറയുക, നാം ഒന്ന് ഉണർന്നാൽ ദേശത്ത് വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയുടെ കുടിലതന്ത്രങ്ങൾ നമുക്ക് മുമ്പിൽ പരാജയപ്പെടുമെന്ന് ഈ പകൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്തോ. ആമേൻ. ജോബാൻ ഗുരുകുല പാസ്റ്റർ മാത്രമല്ല, ഇനിയും അഭിഷിക്തന്മാർ എഴുന്നേൽക്കട്ടെ, രാജ്യം ചുറ്റി പ്രാർത്ഥിക്കട്ടെ, സംസ്ഥാനം ചുറ്റി പ്രാർത്ഥിക്കട്ടെ, ദേശാന്തരം കടന്നുപോയി പൈശാചിക മണ്ഡലങ്ങൾക്ക് എതിരായി പ്രാർത്ഥിക്കുന്ന അഭിഷിക്തന്മാർ ഇനിയും എഴുന്നേൽക്കട്ടെ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ തലമുറയിൽ നാം ഉണർന്നേ മതിയാകത്തുള്ളൂ, ശക്തിയോടെ ഉണർന്നേ മതിയാകത്തുള്ളൂ, ദൈവജന ശക്തിയോടെ ആത്മാവിൻ കരുത്തോടെ ഉണർന്നേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. അദോനിയാവിന്റെ ശക്തിയെ കെടുത്താൻ പ്രാർത്ഥന എന്നല്ലാതെ മറ്റു വഴിയില്ല. ദൈവമക്കൾ ഉണർന്നേ മതിയാകത്തുള്ളൂ. ഇന്ന് പകൽ ഈ ദൂതേറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോ. ദൈവത്തിന്റെ അഭിഷേകത്തെ നിങ്ങളുടെ മേൽ കർത്താവ് പകരുന്ന സമയമാണ്. ഹല്ലേലൂയ. ആമേൻ. മൂന്നാമത്തെ ചിന്ത, അദോനിയാവ് എന്തിനാ വാണത്? രാജാവ് അറിയാത്ത വിഷയമാ. കൂടി ഉള്ള പലരും ഒക്കെ അറിഞ്ഞു, അവിടെ ഉള്ളവരൊക്കെ പലതും അറിഞ്ഞുവെങ്കിലും സ്തോത്രം. പൊതുവെ ഒരു ചിന്തയുണ്ടായിരുന്നു, എല്ലാവരും രാജാവിന്റെ പക്ഷക്കാരാണെന്ന്. പക്ഷെങ്കിൽ ഈ ഒരു കാര്യം ദൈവം അവർക്കിടയിൽ അയച്ചപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? രാജാവിന്റെ പക്ഷക്കാരെയും അദോനിയാവിന്റെ പക്ഷക്കാരെയും തിരിച്ചറിയാൻ കഴിഞ്ഞു. അതൊരു വലിയ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനത്തെയും ശത്രുവിന്റെ ജനത്തെയും തിരിച്ചറിയാൻ കഴിഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. രാജാവിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകളും അദോനിയാവിനെ പിൻബലം കൊടുത്തിരുന്ന ആളുകളെയും തിരിച്ചറിയാൻ കഴിഞ്ഞു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അദോനിയാവ് അല്പസമയത്തേക്കെങ്കിലും രാജാവായത് അങ്ങനെ ഒരു കാര്യം തെളിവാകാൻ മുഖാന്തരമായി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദാവീദിന്റെ സന്തത സഹചര്യങ്ങളായിരുന്ന നന്മകൾ അനുഭവിച്ച യോവാബും അബ്യാഥാർ പുരോഹിതനും ഉൾപ്പെടെ അനേകം മറുപക്ഷം ചേർന്നിരുന്നു. എന്നാൽ പുരോഹിതനായ സാദോക്കും പ്രവാചകനായ നാഥാനും വീരനായ ബെനയാവും ദാവീദിന്റെ കൂടെയുണ്ടെന്ന് തെളിയിക്കപ്പെടാൻ അത് മുഖാന്തരമായി മാറി. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, ചില പ്രശ്നങ്ങൾ വരുമ്പോഴാ നമ്മൾ ആരുടെ പക്ഷത്താണ് തെളിയുന്നത്? പ്രൈസ് ദി ലോർഡ്. ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആരുടെ കൂടെയാണ് തെളിയുന്നത്? ഹല്ലേലൂയ. പ്രശ്നം വരുമ്പോൾ ചിലരൊക്കെ എന്ത് ചെയ്യും? ദൈവത്തെ വിട്ടേച്ചു പോകും.
പ്രൈസലോ. രാജാവിനെ ആശ്രയിക്കും, പ്രസ്ഥാനത്തെ ആശ്രയിക്കും, മറ്റു പലരെയും ആശ്രയിക്കും. ഇവിടെ നിന്നിട്ടൊന്നും പ്രയോജനമില്ലെന്ന് പറഞ്ഞ് പലരും മാറിപ്പോകുമ്പോൾ ഇന്ന് പകൽ വിശ്വസത്തോടുകൂടെ ചേർന്ന് നിൽക്കുന്ന, ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന, കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ദൈവത്തിന് നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പൊ ചിലതൊക്കെ ദൈവത്താൽ തെളിയപ്പെടും കേട്ടോ, ചിലതൊക്കെ ദൈവം തെളിയിക്കും കേട്ടോ. ആമീൻ. നാം ആരാണെന്ന് ദൈവം തെളിയിക്കും. ആമീൻ. നമ്മുടെ കപടതയും നമ്മുടെ വ്യാജഭാവവും നമ്മുടെ മുഖമൂടികളും ഒക്കെ ദൈവത്താൽ എന്ത് ചെയ്യും? ആമീൻ, ക്യൂറപ്പെടും. എല്ലാവരും ചിന്തിച്ച അദോനിയാവ് ദാവീദിന്റെ കൂടെയാണെന്ന്. അവന്റെ കൂടെ പലരും പിന്മാറി, അല്ലെങ്കിൽ അവന്റെ കൂടെ ചേക്കേറിയതും ഒക്കെ ഈ രംഗത്തിൽ ഈ സാഹചര്യം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവം തെളിയിക്കുന്നവന് ഇന്ന് പകൽ ആത്മാവ് ഞാൻ പറയാം, ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഒരുങ്ങി വരുമ്പോൾ ദൈവം തെളിയിക്കും. അതുകൊണ്ട് സകല ചതിവും വ്യാജഭാവവും എല്ലാം മുഖംമൂടിയും കീറിക്കളഞ്ഞിട്ട് ഇപ്പോൾ ചില ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ, വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ചുകൊണ്ട് ആത്മാവ് വളരാൻ ദൈവസന്നിധിയിൽ നിൽക്കാൻ തയ്യാറാകുക. ദൈവത്തിന്റെ വെളിപ്പാടുകളെ പ്രാപിച്ചുകൊണ്ട് ലജ്ജിക്കാൻ സംഗതിയില്ലാത്ത വേലക്കാരിയായി നിൽക്കാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ ദൂത് പറയുക. അപ്പൊ ദൈവം ചിലത് തെളിയിക്കാൻ വേണ്ടി ചിലത് അയക്കുവാനിടയായിത്തീരും. അതിനുവേണ്ടി അദോനിയാവ് രാജാവായിട്ട് മാറിയത്. സ്തോത്രം. ഇനി നാലാമത്തെ ചിന്ത കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്തുകൊണ്ടാണ് അദോനിയാവ് രാജാവായത്? എന്തുകൊണ്ടാണ് അദോനിയാവ് രാജാവായത്? 49-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നോക്കിക്കേ, ഇങ്ങനെ കാണുന്നു: ഉടനെ അദോനിയാവിന്റെ വിരുന്നുകാർ ഒക്കെയും ഭയപ്പെട്ട് എഴുന്നേറ്റ് ഓരോരുത്തൻ താന്റെ വഴിക്ക് പോയി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നോക്കൂ, എല്ലാ നാളും ശത്രു ജയിക്കുമെന്ന് ആരും ചിന്തിക്കരുത്. അല്പകാലത്തേക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും ശത്രു ഭയന്നോടുന്നൊരു സമയമുണ്ട്. നോക്കിക്കേ, എന്തുകൊണ്ടാണ് അദോനിയാവ് രാജാവായത്? ഞാൻ പറയാം, ശത്രു ഭയന്നോടണമെങ്കിൽ അദോനിയാവ് വാഴണം. ശത്രു പരാജയപ്പെടുന്ന കാണണമെങ്കിൽ ചില ശക്തികൾ നമുക്ക് മുമ്പിൽ പ്രബലപ്പെടണം. എത്ര പേര് പകൽ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകലും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില ശക്തികൾ നിന്റെ മുമ്പിൽ പ്രബലപ്പെട്ട് നിൽക്കുമ്പോൾ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നിന്റെ മുൻപാകെ ശത്രു പരാജയപ്പെട്ട് ഓടുന്നത് കണ്ണാലെ കാണാൻ പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അല്പസമയങ്ങൾക്ക് മുൻപ് വരെ സന്തോഷിച്ചവർ വിരുന്നിൽ നിന്ന് ഓടി മാറുകയാണ്. വീരനായ യോവാബും ഓടി മാറുന്നു. ദൈവനാമം മഹത്വപ്പെടാൻ, അവന്റെ ശത്രുക്കൾ തോറ്റോടുവാൻ ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ഓടിപ്പോകുമെന്ന വചനം പറയുന്നത്. ദുഷ്ടന്മാർ കാറ്റു പാറ്റുന്ന പോലെ പതറിപ്പോകും. അതെ ദൈവവൈതലേ, ഇന്ന് പോലെ ആത്മാവ് ഞാൻ പറയാ, നീ വിശ്വസത്തോടെ നിന്ന് ദൈവത്തെ സേവിക്കുമെങ്കിൽ നിന്റെ മുമ്പിൽ ഒരു ശത്രുവും വാഴത്തില്ല. നിനക്ക് മുമ്പാകെ വെളിപ്പെടുന്ന പൈശാചിക ശക്തിയുടെ കുടില തന്ത്രങ്ങളെ ജയിച്ചു മുന്നേറാൻ അധികാരത്തിന്റെ മണ്ഡലം നിന്റെ മേൽ ദൈവാത്മ പകരുമെന്ന് ആത്മാവിൽ ദൂത് പറഞ്ഞാൽ ഇന്ന് പകൽ ഏറ്റെടുപ്പാൻ നിയോഗമുണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അധികാരത്തിന്റെ ഒരു നിറം ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ശക്തികളെ ജയിക്കുന്ന അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കട്ടെ. നാളുകളായി വെല്ലുവിളിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് പകൽ പരാജയപ്പെടുന്ന പകലായി മാറട്ടെ. ഈ വചന ശുശ്രൂഷയുടെ മുൻപാകെ ഏൽപ്പിക്കപ്പെടുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വചനം അയച്ചു വിടുവിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം യേശുവിൻ നാമത്തിനകത്ത് വ്യാപരിക്കുകയാ. ആത്മാവിൽ ഏറ്റെടുക്കുന്നവർ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. അദോനിയാവ് സ്വയം രാജാവാകാൻ പാടില്ലായിരുന്നു. കാരണം അവന്റെ സഹോദരൻ സ്വയം രാജാവായതിന്റെ ഫലം അവൻ കണ്ടതാ. മുമ്പോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിക്കാത്തവർ ജീവിതത്തിൽ എന്തോ ചെയ്യും? സ്തോത്രം. ഹല്ലേലൂയ. ചില പ്രതിസന്ധികൾ വരുമ്പോൾ അവർ പഠിക്കുവാനായിട്ട് ഇടയായിത്തീരും. പ്രിയപ്പെട്ടവരെ, ചില നേരത്തേക്കൊക്കെ തൽക്കാലം രക്ഷപ്പെടാമെന്നേ ഉള്ളൂ. പക്ഷെ എല്ലാ നാളും അത് രക്ഷയല്ല കേട്ടോ. എല്ലാ നാളും അത് രക്ഷയല്ല, ശാശ്വതമല്ല. ദൈവഹിതപ്രകാരം പോയെങ്കിലേ ഒരു നന്മയുള്ളൂ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. നാം ചിന്തിക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണ്? സ്വയം രാജാവാകുന്ന അദോനിയാവ് നമ്മിലുണ്ടോ? നമ്മിൽ അദോനിയാവ് മരിക്കണം. നമ്മിൽ സ്വയം മരിക്കണം. നമ്മൾ പലപ്പോഴും സ്വയപ്രശംസ, നമ്മൾ എന്തൊക്കെയാണെന്നുള്ള ചിന്ത നമ്മിൽ ഉണ്ടാകാറുണ്ടോ? അതെല്ലാം വിട്ടുകളഞ്ഞിട്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് പറയാം, നമ്മൾ എന്തോ ചെയ്യണം? ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ തയ്യാറാകണം. നമ്മിലെ സ്വയത്തെ നമ്മൾ കീഴടക്കണം. അദോനിയാവുമാർ മരിക്കണം. ദൈവം വാഴണം. അതിനായി ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.